കർത്തൃനാമത്തിൽ GTR പ്ലാറ്റ്ഫോമിലേക്ക് ശ്രോതാക്കളായ വിശുദ്ധന്മാർക്ക് വന്ദനം. സ്വാഗതം. പത്രോസ് എഴുതിയ ലേഖനം, ഒന്നാമത്തെ ലേഖനം 2-9 അടിസ്ഥാനമാക്കിയാണ് നാം രാജകീയ പുരോഹിതവർഗവും പഴയ നിയമ ലേവ്യ പൗരോഹിത്യവർഗവും ലേവ്യ പുരോഹിതവർഗം ശുശ്രൂഷിച്ച സമാഗമന കൂടാരവും പുതിയ നിയമസഭയാകുന്ന ദൈവസഭയും തമ്മിൽ താരതമ്യം ചെയ്ത് പഠിക്കുന്നത്. പഴയ നിയമ ഇസ്രായേൽ ജനത്തിൻ്റെ മരുഭൂമിവാസത്തിലും വാഗ്ദത്ത ദേശവും വന്ന ശേഷം അവരുടെ ആരാധന സ്ഥലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗത്ത് പ്രതിഷ്ഠിക്കപ്പെട്ടിരുന്ന പെട്ടകത്തെക്കുറിച്ചും അതിൻ്റെ ഉള്ളിൽ സൂക്ഷിച്ചു വെച്ച 3 വസ്തുക്കളെക്കുറിച്ചും പഠിക്കുമ്പോൾ മന്ന ഇട്ട് വെച്ച പൊൻപാത്രം എബ്രായർ 9:4, പുറപ്പാട് 16:13 ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചു വന്നപ്പോൾ ആ മന്നയുടെ 3 ഘട്ടങ്ങൾ, അതിനകത്തെ 3 അത്ഭുത വിഷയങ്ങൾ നാം തുടരും പഠിക്കുകയാണ്. അതിൽ ഒന്നാമത്തെ സ്റ്റേജിലുള്ള 9 കാര്യങ്ങൾ നാം കണ്ടു. രണ്ടാമത്തെ കാര്യത്തിലേക്ക് കിടക്കാം. എന്നാൽ 6-ാം ദിവസം ആളൊന്നിന് 2 വീതം 1 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ പെറുക്കിയതിൻ്റെ ഇരട്ടി പെറുക്കണം. മുകളിൽ 1-ാം സ്റ്റേജിൽ കണ്ടു 5 ദിവസവും 1 ഇടങ്ങഴി വീതമേ പെറുക്കാവൂ, അടുത്ത ദിവസത്തേക്ക് ശേഷിപ്പിക്കരുത്, കൃമിച്ച് നാറും. എന്നാൽ 6-ാം ദിവസം ദൈവം പറയുകയാണ്, ആളൊന്നിന് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിക്കാം. കാരണം 7-ാം ദിവസം ഇത് തരുന്നതല്ല, ഇത് സ്വസ്ഥതയുടെ ദിവസം ആകയാൽ മന്ന പെറുക്കുവാൻ പാളയത്തിനു ചുറ്റും നടക്കുവാൻ പോലും ദൈവം അനുവദിച്ചിരുന്നില്ല. 11-ാമത്തെ കാര്യം, 2-ാമത്തെ സ്റ്റേജിൽ 6-ാമത്തെ ദിവസം 7-ാം ദിവസത്തേക്കുള്ളത് ചുടുവാനുള്ളത് ചുടണം, 6-ാം ദിവസം തന്നെ. പാകം ചെയ്യുവാനുള്ളത് പാകവും ചെയ്യണം. 7-ാം ദിവസത്തിൽ അടുപ്പ് കത്തിക്കുവാനോ ഇത് ഇടിക്കുവാനോ പൊടിക്കുവാനോ കുഴയ്ക്കുവാനോ പരത്തുവാനോ ചുടുവാൻ പോലും ദൈവം അനുവദിച്ചിരുന്നില്ല. അത് സ്വസ്ഥതയുടെ ദിവസം ആകുന്നു. 12-ാമത്തെ കാര്യം, 6-ാം ദിവസം ഭക്ഷിച്ചതിൻ്റെ ശേഷം ശേഷിക്കുന്നൊക്കെയും 7-ാം നാളത്തേക്ക് സൂക്ഷിക്കണം. 13, അത് നാറിപ്പോകയില്ല. 16-ാമത്തെ അധ്യായത്തിൽ തന്നെ നമ്മൾ കണ്ടതാണല്ലോ, ചിലർ അനുസരണക്കേട് കാണിച്ച് അടുത്ത ദിവസത്തേക്ക് ശേഷിപ്പിച്ചു, അത് വീട് മുഴുവൻ നാറ്റി ക്രമിച്ചു പോയി. എന്നാൽ 6-ാം ദിവസം പെറുക്കുന്ന 7-ാം ദിവസത്തേക്ക് ശേഷിപ്പിക്കുന്നത് നാറുകയില്ല, അത് ക്രമിക്കുകയില്ല. വാക്യം 24. കൽപ്പന അനുസരിക്കാതെ 14-ാമത്തെ കാര്യം, 7-ാം ദിവസവും ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ അത് കണ്ടുമില്ല. ഇതൊക്കെ കാണുമ്പോഴാണ് അവർ ചോദിക്കുക, ഇത് എന്താ ഇത് അത്ഭുതമല്ലേ? ഒരു അതിശയോക്തിയുടെ അടയാളമാണ് അതിൻ്റെ പിന്നീട് ഇട്ടുവെക്കേണ്ടത്. എന്തോരത്ഭുതം. 27-ാമത്തെ വാക്യം, പുറപ്പാട് 16. ഈ കാരണത്താൽ അത്രേ അവർ ഈ അത്ഭുത വസ്തുവിന്, ഈ അത്ഭുത സാധനത്തിന് ഇതെന്ത് എന്നർത്ഥം വരുന്ന മന്ന അഥവാ മാൻഹു എന്ന് പേരിട്ടത്. ദൈവത്തിന് സ്തോത്രം. മന്നയെ സംബന്ധിച്ചുള്ള 3-ാമത്തെ വിഷയം, സ്റ്റേജ് നമ്പർ 3, യഹോവ കൽപ്പിക്കുന്ന കാര്യം ആവിത്. മോശെ പറയുകയാണ്, ഞാൻ നിങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് മരുഭൂമിയിൽ ഭക്ഷിപ്പാൻ തന്ന ആഹാരം നിങ്ങളുടെ തലമുറകൾ കാണേണ്ടതിന് സൂക്ഷിച്ചു വെപ്പാൻ അതിൽ നിന്ന് ഒരു അളവ്, ഒരിടങ്ങഴി നിറച്ചെടുക്കണം. മോശെ അത് കേട്ടപ്പോൾ അഹരോനോട് ഒരു പാത്രം എടുത്ത്, ശ്രദ്ധിക്കണം, മന്നായുടെ സ്വർഗത്തിൽ നിന്നുള്ള പൊഴിഞ്ഞ സന്ദർഭത്തിൽ സമാഗമന കൂടം ഉണ്ടാക്കിയിട്ടില്ല, അതുകൊണ്ട് പെട്ടകമില്ല, പെട്ടകത്തിനകത്തെ പൊൻപാത്രവുമില്ല. എന്നിട്ട് ദൈവം പറയുകയാണ്, ഒരു പാത്രം നിറച്ച് നിങ്ങളതെടുക്കണം. എന്നാൽ സമാഗമന കൂടാരം പണിഞ്ഞ് പെട്ടകവും തീർത്ത് കഴിഞ്ഞ് ദൈവകൽപ്പനയാൽ ആ എടുത്ത് ശേഖരിച്ചിരിക്കുന്ന മന്ന ഒരു പൊൻപാത്രത്തിൽ ആക്കി, ഒരു ഇടങ്ങഴിയുടെ അളവാണ്
ആ പൻപാത്രത്തിനുള്ളത്. ആ പാത്രത്തിലാക്കി പെട്ടകത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചു. അതിൽ ഒരിടങ്ങഴി മന്നയിട്ട് നിങ്ങളുടെ തലമുറകൾക്കായി സൂക്ഷിപ്പാൻ യഹോവയുടെ മുൻപാകെ വെച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അഹരോൻ അത് സാക്ഷ്യത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവച്ചു. പുറപ്പാട് പുസ്തകം 16 32 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെയും ഒരു അത്ഭുതം ഉണ്ട്. കുടിപാർപ്പുള്ള ദേശത്ത് എത്തുവോളം ഇസ്രായേൽ മക്കൾ 40 സംവത്സരങ്ങൾ മന്ന ഭക്ഷിച്ചു. കനാൻ ദേശത്തിൻ്റെ അതിരിൽ എത്തുവോളം അവർ മന്ന ഭക്ഷിച്ചു. പുറപ്പാട് പുസ്തകം 16:35, യോശുവ 5:12, നെഹമ്യാവിൻ്റെ പുസ്തകം 9 20-21 വാക്യങ്ങൾ. മന്ന ഒരത്ഭുതം എന്ന വിഷയത്തെക്കുറിച്ച് താഴോട്ട് വായിക്കുകയാണ്, പഠിക്കുകയാണ്. തെളിവായി കാണുന്ന ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ, വൈശദ്യം, വിവിഡ്നെസ് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. 1, പ്രഭാതകാലത്ത് പാളയത്തിന് ചുറ്റും മഞ്ഞു പോലെ വീണ് കിടക്കും, സോഫ്റ്റാണ്. പുറപ്പാട് ദിവസം 16:13. മഞ്ഞു മാറിയ ശേഷം, മഞ്ഞിൽ വരുന്നതാണ്, മരുഭൂമിയിൽ എല്ലായിടവും ചെതുമ്പലിൻ്റെ മാതിരി ഒരു നേരിയ വസ്തു, എ സ്മോൾ റൗണ്ട് തിങ്, ആസ് സ്മോൾ ആസ് ഹോർ, കടുപ്പമേറിയ മഞ്ഞായി നിലത്ത് കിടക്കുന്നത് കാണും. പുറപ്പാട് ദിവസം 16:14. ഇതൊക്കെ അത്ഭുതങ്ങളാണ്, ദൈവിക പരിപാടികൾ. ഇത് കണ്ടിട്ടാണോ അല്ലയോ ആത്മാവിൽ പിൽക്കാലത്ത് പ്രവാചകൻ പറഞ്ഞത് പൗലോസ് ആവർത്തിച്ചെഴുതി, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിട്ടുള്ളത് കണ്ണു കണ്ടിട്ടില്ല, കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയങ്ങളിലും തോന്നിച്ചിട്ടില്ല. മന്ന എന്ന അത്ഭുതത്തിൻ്റെ 3-ാമത്തെ വിഷയം, അത് കൊത്തമ്പാലരി പോലെയും, കൊറിയാണ്ടർ സീഡ്, കൊത്തമ്പാലരിയുടെ വലിപ്പവും നിറം ഗുൽഗുലുവിൻ്റേതുപോലെയും. ഗുൽഗുലുവിനെ ഞാൻ കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതും ഒരത്ഭുതം. ഡെല്ലിയം എന്നാണ് പേര് കൊടുത്തിന്, BDELLIUM, സംഖ്യാപുസ്തകം 11:7. ജനം, 4-ാമത്തെ കാര്യം, നടന്നു പെറുക്കി തിരികല്ലിൽ പൊടിച്ചിട്ടോ ഉരകല്ലിൽ ഇഴിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. നോക്കണം, മഞ്ഞു പോലെ വരുന്നു. മഞ്ഞു മാറിയ ശേഷം അത് സ്തോത്രം ഐസ് പോലെ ആകുന്നു. അത് ഉരുളിൽ ഇടിക്കുന്നു, അല്ലെങ്കിൽ കല്ലിൽ പൊടിക്കുന്നു. അടുത്ത് നോക്കണം, അതിൻ്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. സംഖ്യാപുസ്തകം 11:8. അതിൽ എണ്ണയും ചേർക്കണ്ട, മധുരവും ചേർക്കണ്ട, തേനും ചേർക്കണ്ട. ഇടിച്ചു പൊടിച്ച് പാറയിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ കുഴച്ച് പുഴുങ്ങി കഴിയുമ്പോൾ അതിനുണ്ടാകുന്ന സ്വഭാവ വ്യത്യാസം. ഇത് കണ്ടിട്ടാണ് അവർ ചോദിച്ചു, ഇതെന്ത് അപ്പാ? അത്ഭുതം തന്നെ. മാൻഹു, ഓരോരുത്തരും ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിക്കൊള്ളണം, അവരവർ പെറുക്കണം. താൻ്റെ കൂടാരത്തിൽ ഉള്ളവരുടെ എണ്ണത്തിനൊത്തവണ്ണം ആളൊന്നിന് ഒരളവ് വീതം എടുത്തുകൊള്ളണം. പുറപ്പാട് പുസ്തകം 16-ാമത്തെ വാക്യം. മന്നയിൽ മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങൾ. 6, ഇസ്രായേൽ മക്കൾ അങ്ങനെ തന്നെ ചെയ്തു. പുറപ്പാട് പുസ്തകം 16:17. 7-ാമത്തെ വിഷയം, ചിലർ ഏറെയും ചിലർ കുറയും പെറുക്കി. ഇടങ്ങഴി കൊണ്ട് അളന്നപ്പോൾ ഏറെ പെറുക്കിയവന് അവന് തിന്നാകുന്നതിന് മുകളിലുള്ളത് ആവിയായിപ്പോയി. കുറച്ചു പെറുക്കിയവന് അത് തികയാതെ വന്നില്ല, കാരണം അത് വർധനവുണ്ടായി. ഓരോരുത്തൻ താന് ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കിക്കൊള്ളുവാൻ ദൈവം കൽപ്പന കൊടുത്തു. പുറപ്പാട് ദിവസം 16:18. ഇതും ഒരു അത്ഭുതം. ഒരാളിന് ഒരിടങ്ങഴി മതി, ഇരിക്കട്ടെ 2 ഇടങ്ങഴി എന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പം പെറുക്കുവാൻ കുനിഞ്ഞതും നുവർന്നതും മാത്രം ലാഭം. അളന്നു നോക്കിയപ്പോൾ അതൊരിടങ്ങഴിയേ ഉള്ളൂ. മടിയനായിട്ടല്ല, ശാരീരിക ശക്തി ഇല്ലാത്തതുകൊണ്ട് ഒരാൾ എത്ര പെറുക്കിയിട്ടും അളവിന്
പര്യാപ്തമായില്ല. വീട്ടിൽ കൊണ്ടുവന്ന് അളന്നപ്പോൾ അവൻ്റെയും പാത്രം നിറഞ്ഞിരിക്കുന്നു. ഇതാണ് അത്ഭുതം. പുറപ്പാട് 16:18. എട്ടാമത്, പിറ്റേ നാളേക്ക് ആരും ഒട്ടും ശേഷിപ്പിക്കരുതെന്ന് മോശെ പറഞ്ഞു. എങ്കിലും ചിലർ മോശയെ അനുസരിക്കാതെ പിറ്റേ നാളത്തേക്ക് കുറേ ശേഷിപ്പിച്ചു. ഇരിക്കട്ടെ, പക്ഷേ എന്ത് സംഭവിച്ചു? ഒന്നാം നാൾ പെറുക്കിയത് രണ്ടാം നാളത്തേക്ക് വെച്ചതും, നാലാം നാൾ പെറുക്കിയത് അഞ്ചാം നാളേക്ക് വെച്ചതും, അഞ്ചാം നാൾ പെറുക്കിയത് ആറാം നാളത്തേക്ക് ശേഷിപ്പിച്ചതും ക്രമിച്ച് നാറി. മോശെ ഇത് കണ്ടപ്പോൾ അവരോട് കോപിച്ചു. പുറപ്പാട് ദിവസം 16:19-20. ഒൻപതാമത്, അവർ രാവിലെ തോറും അവനവന് ഭക്ഷിക്കാകുന്നിടത്തോളം പെറുക്കും. മടിയന്മാരായി കിടന്ന് ഉറങ്ങിയ വ്യക്തികൾക്ക് പെറുക്കുവാൻ കഴിഞ്ഞില്ല, അവർക്ക് ലഭിച്ചതുമില്ല. നോക്കുക, വെയിൽ മൂക്കുമ്പോൾ അത് ഉരുകിപ്പോകും. പുറപ്പാട് ദിവസം 16:21. അതും ഒരത്ഭുതം. എങ്ങനെ ഉരുളിലിട്ടിടിക്കുകയും കല്ലിൽ വെച്ച് പൊടിക്കുകയും ചെയ്യുന്ന വസ്തു നിമിഷങ്ങൾ കൊണ്ട് വെയിൽ മൂക്കുമ്പോൾ ഉരുകിപ്പോകുന്നത്? അതൊരത്ഭുതമാണ്. അതുകൊണ്ടാണ് അവരതിന് പേരിട്ടത് മാൻഹു, ഇതെന്ത് എന്ന്. ആറാം ദിവസം അവർ ആളൊന്നിന് 2 ഇടങ്ങഴി വീതം ഇരട്ടി ആഹാരം ശേഖരിച്ചു. ഏഴാം ദിവസത്തിൽ ശേഖരിച്ചത് ക്രമിച്ചില്ല, നാറിയില്ല. പുറപ്പാട് ദിവസം 16:22. അപ്പോൾ സംഘപ്രമാണികൾ എല്ലാവരും 11ാമത്തെ കാര്യമാണ് വന്ന് മോശയോട് അറിയിച്ചു. മോശെ അവരോട്, അത് കൽപ്പിച്ചത് തന്നെ, നാളെ സ്വസ്ഥതയാകുന്നു. യഹോവയ്ക്ക് വിശുദ്ധമായുള്ള ശബത്ത്. ചുടുവാനുള്ളത് ചുടുവീൻ, പാകം ചെയ്യുവാനുള്ളത് പാകം ചെയ്യുവീൻ. ശേഷിക്കുന്ന സാധനം ഒക്കെയും നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കുവീൻ. പുറപ്പാട് ദിവസം 16:23. മന്നയുടെ അത്ഭുതം 12ാമത്തെ വിഷയം. മോശെ കൽപ്പിച്ചതുപോലെ അവർ അത് പിറ്റേ നാളത്തേക്ക് 6ാമത്തെ ദിവസം പെറുക്കിയത് 7ാം ദിവസത്തേക്ക് സൂക്ഷിച്ചു. അത് നാറിയില്ല, ക്രമിച്ചതും ഇല്ല. പുറപ്പാട് ദിവസം 16:24. ഇതിൻ്റെയൊക്കെ ആത്മീയ അർത്ഥങ്ങൾ അല്പം കഴിയുമ്പോൾ നമുക്ക് വ്യാഖ്യാനിച്ച് ഗ്രഹിക്കാവുന്നതാണ്. മന്നയിലെ അത്ഭുതം 13ാമത്തെ കാര്യം. അപ്പോൾ മോശെ പറഞ്ഞത്, ഇന്ന് ഭക്ഷിപ്പീൻ, ഇന്ന് യഹോവയുടെ ശബത്താകുന്നു. ഏത്? 6ാം ദിവസം പെറുക്കിയത് 7ാം ദിവസം. ഇന്ന് നിങ്ങളത് ഭക്ഷിപ്പീൻ. ഇന്ന് വെളിയിൽ അത് കാണുകയില്ല. സ്വർഗത്തിലെ ദൈവം മറന്നിട്ടല്ല, കൽപ്പന അനുസരിക്കേണ്ടതിനും 6 ദിവസം നടന്നും കുനിഞ്ഞും എഴുന്നേറ്റും പെറുക്കിയതിനും 7ാം ദിവസം സ്വസ്ഥത കൽപ്പിച്ചതുകൊണ്ടാണ്. പുറപ്പാട് ദിവസം 16:25 വാക്യം. 6 ദിവസം നിങ്ങൾ അത് പെറുക്കണം. ശബത്തായ 7ാം ദിവസത്തിലോ അതുണ്ടാകില്ല. എന്നാൽ 7ാം ദിവസം ജനത്തിൽ ചിലർ പെറുക്കുവാൻ പോയാറെ അത് കണ്ടില്ല. പുറപ്പാട് ദിവസം 16:26-27 വാക്യവും. മന്നായിലെ അത്ഭുതം 15ാമത്തെ കാര്യം. അപ്പോൾ യഹോവ മോശയോട്, എൻ്റെ കൽപ്പനകളും ന്യായപ്രമാണങ്ങളും പ്രാപിപ്പാൻ നിങ്ങൾ എത്രത്തോളം മനസ്സില്ലാതിരിക്കും. മന്നയുടെ അത്ഭുതം 16ാമത്തെ കാര്യം. ഇസ്രായേൽ ജനങ്ങൾ ആ സാധനത്തിന് മന്ന നാം നേരത്തെ കണ്ടു, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. ഗ്രീക്ക് ഭാഷയിൽ മന്ന, മലയാളത്തിലും മറ്റ് എല്ലാ ഭാഷകളിലും മന്ന, എബ്രായ ഭാഷയിൽ മാത്രം മാൻഹു. വാക്കിൻ്റെ അർത്ഥം ഇതെന്ത്. പുറപ്പാട് ദിവസം 16:15. അങ്ങനെയാണ് അവർ ഇതെന്ത് എന്ന് ഉത്തരം കണ്ടുപിടിപ്പാൻ കഴിയാത്ത ആ സാധനത്തിന്, പേരിടുവാൻ കഴിയാത്ത സാധനത്തിന് അവർ പേരിട്ടത്. പുറപ്പാട് പുസ്തകം 16:30 വാക്യം. മന്ന ഭക്ഷിക്കുകയും ശേഖരിക്കുകയും സൂക്ഷിക്കുകയും ചെയ്ത മോശയും അഹ്രോനും ഉൾപ്പെടെയുള്ള സകല ഇസ്രായേൽ ജനവും 40 ദീർഘ സംവത്സരങ്ങൾ അതുമായി ഇടപെട്ടിട്ടും ലോകത്തിൽ ഉള്ള മറ്റേത് സാധനങ്ങൾക്കും അതതിൻ്റേതായ പേരുകൾ ഉള്ളതുപോലെ ഈ വസ്തുവിന്, പുറപ്പാട് പുസ്തകം 16:14, നേരിയ വസ്തു, ആസ് സ്മോൾ ആസ് ഹോർ, പൊടിമഞ്ഞു പോലിരിക്കുന്ന ഈ സാധനത്തിന് ഒരു പേര് നിശ്ചയിക്കുവാൻ സാധിക്കാതെ 1650 BC മുതൽ 2024 വരെയുള്ള കാലം അത്രയും വേദപണ്ഡിതന്മാരും വേദശാസ്ത്രജ്ഞന്മാരും കണ്ടിട്ടുള്ളവരും കേട്ടിട്ടുള്ളവരുമായി അന്നു പാർത്തിരുന്നവരും
കേട്ടിട്ടുള്ളവരെ അതിനുശേഷം ഈ ലോകത്തിൽ ജീവിച്ചിരുന്ന എല്ലാ ശ്രോതാക്കളും വേദപണ്ഡിതന്മാരും ഇതുവരെ 3600 സംവത്സരങ്ങൾ കൊണ്ട് അതിന് പേരിടുവാൻ ഇതുവരെ സാധിച്ചില്ല. ഇന്നും എല്ലാവരും ചോദിക്കുന്നത് മന്ന, മനു, ഇതെന്താ എന്നാണ്. കാരണം ആ വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന വൈവിധ്യമായ രഹസ്യങ്ങൾ, അർത്ഥാൽ മർമ്മങ്ങൾ അത്ര ആഴം ഏറിയതാണ്. മന്നയിലെ മർമ്മങ്ങൾ തുടരുന്നു. മിസ്റ്ററീസ് ഇൻ മന വിൽ ബി കണ്ടിന്യൂഡ്. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. തുടർന്നും ഈ വേദഭാഗത്തിൻ്റെ തിരുവചന സത്യങ്ങൾ ഗ്രഹിപ്പാൻ നമ്മുടെ ഹൃദയകണ്ണുകളെ ദൈവം തുറക്കട്ടെ. പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവേ, ദൈവദാസീദാസന്മാർക്കായി സ്തോത്രം. തിരുവചനത്തെ തിരുവചനം കൊണ്ട് വ്യാഖ്യാനിക്കണമല്ലോ. തെസലോനിക്കുള്ളവരുടെ വിശ്വാസം ലോകപ്രസിദ്ധമായിരുന്നു. അവിടുന്ന് വിശുദ്ധ പൗലോസും സംഘവും സന്ദർശനവേളയിൽ ബെരോവയിലെത്തി അവരോട് ദൈവവചനം പ്രസംഗിച്ച യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നും വന്നവർ വിശുദ്ധ പൗലോസ് പ്രസംഗിച്ച ദൈവത്തിൻ്റെ വചനം അങ്ങനെ തന്നെ ആകുന്നുവോ എന്ന് ദൈവവചനത്തിൽ നിന്ന് പരിശോധിച്ചു പോലെ ഞങ്ങൾ പ്രസംഗിക്കുന്ന ദൈവവചനം അങ്ങനെ തന്നെ ദൈവവചനത്തിലുള്ളതാണോ എന്ന് ശോധന ചെയ്യുവാൻ എല്ലാവർക്കും കൃപ തരും. ആന്തരിക ഇന്ദ്രിയങ്ങളെ ബലപ്പെടുത്തും. എല്ലാ മഹത്വവും അങ്ങേക്ക്. യേശു ക്രിസ്തുവിൻ ധന്യനാമത്തിൽ താഴ്മയോടുകൂടെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കേൾക്കുമാറാകണമേ.